ജാൻമണിക്ക് ഒരു വിചാരമുണ്ട്, ജാൻമണി എന്ത് തോന്നിയാസം കാണിച്ചാലും നമ്മൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യില്ല. ആ വിചാരം മടക്കി കുത്തി മനസ്സിന്റെ അകത്ത് വെച്ചോണ്ടിരുന്നാ മതി. ഇവിടത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ മനസമാധാനത്തോടെ കഴിയാണ് ഞാൻ. എന്നെ സ്വൈര്യം കെടുത്തരുത്. യമുന ചേച്ചിയുടെ മുന്നേ എനിക്ക് സദ്യവാസനെ വേണ്ടി പറഞ്ഞു. നിങ്ങൾ ഇത് എന്തൊക്കെ പറയണത്? ഞാൻ ഫേക്ക് ആണ്. ഞാൻ യമുന ചേച്ചിക്കും രേഖാ ചേച്ചിക്കും പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്ത് ഗബ്രി എനിക്ക് തിരിച്ചു അത് കേൾക്കില്ല പറഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാപ്റ്റനിലെ എന്റെ ഗ്രൂപ്പിന്റെ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കൂടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ തിരിച്ചു പറയാനായിട്ട് എന്റെ വായ കിടക്കുന്നത് ഒന്ന് സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ, നമുക്ക് വഴി ഉണ്ടാക്കാം. എന്നിട്ട് സമാധാനിക്കാം. ഇയാൾക്ക് തനിനാ മനസ്സിലായിട്ടില്ല. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. ഞാനൊരു കാര്യം പറയാം, എന്റെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വലിച്ചിക്കിരി കളയുന്നു. മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. പക്ഷെ ഗബ്രിന്റെ തോന്നും പോലെ ഗബ്രി എന്റെ അച്ഛനല്ല, എന്റെ കൂടെ കിടക്കുന്ന എന്റെ ഭർത്താവും അല്ല. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാൽ മതിയായിരുന്നു. എന്റെ സ്വഭാവം മനസ്സിലാവണേ. പുറത്തേക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ കൊടുക്കാം. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എന്നെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ചൊടലിയാന്നോ? അല്ല, ഭാപാപര്യം. ഒന്ന് ചോദിക്കട്ടെ, തന്റെ ഭ്രാന്ത് ഏത് വകുപ്പ് പെടുത്തണം? അല്പം DDT കളിക്ക് 3 നേരം കൊടുത്താൽ മതി. പിന്നെ ഈ സാധനത്തിന് ശല്യം ഉണ്ടാവില്ല. ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്.